സതീശൻ ക്യാപ്റ്റൻ ആണെന്നാണ് പരക്കെ ഇപ്പോൾ വരുന്ന അഭിപ്രായം. അപ്പോൾ രമേശ് ചെന്നിത്തല ഒന്നുമല്ലേ എന്നൊരു ചോദ്യം വന്നപ്പോൾ സതീശൻ തന്നെ പറഞ്ഞു അല്ല, രമേശ് ചെന്നിത്തല മേജറാണെന്ന് പറഞ്ഞു. അപ്പോൾ ക്യാപ്റ്റനും മേജറുമായി, ലെഫ്റ്റനൻറ്റിൻ്റെ താഴെയുള്ളത് അതാരെന്ന് പറയില്ല, പക്ഷെ മുകളിലോട്ടിൻ്റെ ആൾക്കാർ ഒരുപാട് കാണാൻ സാധ്യതയുണ്ടല്ലോ. തീർച്ചയായിട്ടും ഈ ക്യാപ്റ്റൻ, കാരണഭൂതൻ, മാൻഡ്രേക്ക്, ഇതൊക്കെ സാധാരണ ഉപയോഗിച്ചിട്ടിരുന്ന ഇരട്ടച്ചങ്കൻ, അതൊക്കെ പിണറായി വിജയന് വേണ്ടിയായിരുന്നു. പക്ഷേ ഇപ്പം പെട്ടെന്ന് അങ്ങ് സതീശൻ ക്യാപ്റ്റനായി. പക്ഷേ ഇതിൽ നമ്മൾ പാവ കെ സുധാകരനെയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അദ്ദേഹം ആ ചാർജ് എടുത്ത് അന്ന് തന്നെ പറഞ്ഞത് ഞാനിതൊരു സെമി കേഡർ സംവിധാനത്തിലേക്ക് ഉയർത്തും എന്ന് പറഞ്ഞ് അദ്ദേഹം നിരന്തരം പണിയെടുത്തു. കുറേയേറെ അഭിപ്രായങ്ങൾ പുള്ളി പറഞ്ഞു, പക്ഷേ ആരും മൈൻഡ് ചെയ്തില്ല. അങ്ങനെ ഒടുവിൽ അവസാനം സ്വന്തം കിരീടവും ചെങ്കോലും ഒക്കെ ഉപേക്ഷിച്ച് പോകേണ്ടി വന്നു. അതായത് അതെ അതെ പിണറായി വിജയനെ മറ്റേ അവർ കോളേജിലുള്ള ബ്രണ്ണൻ കോളേജിലേക്ക് വലിയ സംഭവങ്ങൾ, അന്നത്തെ ഗുണ്ടായുസവും ഒക്കെ പറഞ്ഞു. ആക്ഷൻ പ്രത്യേക രീതിയിലുള്ള ആക്ഷൻ കൊണ്ടാണ് പിണറായി നേരിട്ടത്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഈ സുധാകരൻ അവസാനം സുധാകരന് ഒരു അസുഖമില്ലെന്ന് സുധാകരൻ തന്നെ പറയുന്നു. പക്ഷേ പാർട്ടിക്കാരെല്ലാം പറയുന്നു നിങ്ങൾക്ക് അസുഖമാണ് നിങ്ങൾ പോകണം എന്ന് പറയും. സുധാകരൻ പറഞ്ഞു എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, എനിക്ക് യാതൊരു പ്രശ്നമില്ല. അപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മക്കുറവുണ്ട്, എനിക്ക് യാതൊരു ഓർമ്മക്കുറവുമില്ല. ഞാൻ പറഞ്ഞു ഓർമ്മക്കുറവുണ്ട്, നിങ്ങൾ റെസ്റ്റ് എടുക്കണം എന്നും പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊണ്ടുപോയിട്ട് മറ്റേ സണ്ണി ജോസഫ് എന്ന് പറഞ്ഞ ഒരാളെ എവിടുന്നോ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടുണ്ട്. അത് എന്തോ ആയിക്കോട്ടെ. അപ്പോൾ അന്ന് സുധാകരൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു ഒരു സെമി കേഡർ സംവിധാനത്തിലേക്ക് കൊണ്ടുവരണമെന്ന്. പക്ഷേ ഈ നിലമ്പൂർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സുധാകരനെ പോലും ഞെട്ടിച്ചുകൊണ്ട് സെമി കേഡർ മാറി കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടി മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. അതായത് ഇത് ജയിച്ച ഉടനെ തന്നെ സതീശനെ എല്ലാവരും ക്യാപ്റ്റൻ എന്ന് വിളിച്ചു. അപ്പോൾ പിണറായി തിരിഞ്ഞു നോക്കി. അപ്പോൾ പിണറായി അടുത്ത് പറഞ്ഞു നിങ്ങളെ അല്ല, കോൺഗ്രസ്സുകാർ വിളിച്ചപ്പോഴേ അത് ഞങ്ങളുടെ ക്യാപ്റ്റനെയാണ് വിളിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ സതീശൻ ഇങ്ങനെ ഭയങ്കര തേരാളിയെ പോലെ വന്നു. അപ്പോൾ ആ സമയത്ത് രമേശ് ചെന്നിത്തല ഭയങ്കര വിഷമം. രമേശ് ചെന്നിത്തല അവസാനം വിഷമത്തോടെ തിരിച്ചു പോയപ്പോൾ ആരോ ചോദിച്ചു എന്താ സാർ വിഷമിച്ചു പോയത്? അത് ഞാൻ എത്രയോ ഉപതെരഞ്ഞെടുപ്പിൽ ഞാൻ പ്രതിപക്ഷ നേതാവായിരുന്നു, അന്നൊന്നും ഒരുത്തനും എന്നെ ക്യാപ്റ്റനും വിളിച്ചില്ല, ഒന്നും വിളിച്ചില്ലെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അപ്പോൾ ഇത് സതീശൻ അറിഞ്ഞ് ചെന്നിത്തല ഇങ്ങനെ കരഞ്ഞുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ സതീശനടുത്ത് ചോദിച്ചു ഇങ്ങനെ ചെന്നിത്തല കരഞ്ഞൊക്കെ പോയെന്ന് പറഞ്ഞു അയ്യോ ഞാൻ ക്യാപ്റ്റനാണെങ്കിൽ അദ്ദേഹം മേജറാണ് എന്ന് പറഞ്ഞു. അപ്പോൾ മേജറാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് തന്നെ 2 പോസ്റ്റുകൾ അതിനകത്ത് വന്നു കഴിഞ്ഞു. പിന്നെ ജവാനൊക്കെ അതിന് താഴെ വരും. ജവാൻ ഈ ബിറേഴ്സിലെ ജവാനല്ല, അല്ലാതെ ജവാൻ ഇതിന് താഴെ ഏറ്റവും താഴെ വരുന്ന ജവാൻ, അതിനുശേഷം ക്യാപ്റ്റൻ, പിന്നെ മേജറിന് മുകളിൽ വരുന്നത് ലെഫ്റ്റനന്റ് കേണൽ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ലെഫ്റ്റനന്റ് കേണലിന് വിളിക്കുന്നുണ്ടെങ്കിൽ കെ സി വേണുഗോപാൽ ഓടി വരും, കാരണം ഇനി അത് പുള്ളിയാണ്. പിന്നെ ലെഫ്റ്റനന്റ് കേണൽ കഴിഞ്ഞ് ഫുൾ കേണൽ എന്ന് പറയുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ലോക പ്രശസ്തനായ ശശി തരൂർ വിശ്വപൗരൻ, അദ്ദേഹത്തെ ലെഫ്റ്റനന്റ് കേണൽ എന്ന പദവിക്ക് അദ്ദേഹം അർഹനാണ്. അത് കഴിഞ്ഞാൽ പിന്നെ രാഹുൽ ജനറൽ, അത് രാഹുൽ ഗാന്ധി കഴിഞ്ഞ് സോണിയാഗാന്ധിക്കും കൂടെ ഒരു പോസ്റ്റ് കൊടുത്തു, ഫീൽഡ് മാർഷൽ പോസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ. അതെ അതെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസ് ഒരു കേഡർ സംവിധാനത്തിലേക്ക് മാറി. CPM പോലും ഞെട്ടിയിരിക്കുകയാണ്. കാരണം CPMന് ഇത്രയും കാലം വിചാരിച്ചിട്ട് നടക്കാൻ പറ്റാത്ത ഒരു കേഡർ സംവിധാനത്തിലേക്ക് പാർട്ടിയെ മാറ്റാൻ കഴിഞ്ഞു. ആ പാർട്ടിയിലുള്ളവരെല്ലാം വളരെ ഹാപ്പിയാണ്. പക്ഷേ ഇതിനകത്തിപ്പോൾ ഈ ആരാണ്, ഈ കേണലാണോ അല്ലെങ്കിൽ ക്യാപ്റ്റനാണോ ജവാനാണോ ആർക്കാണ് ഈ മുഖ്യമന്ത്രി സ്ഥാനം വരുന്നതെന്നുള്ളതാണ് ഇനി ഇത് കണ്ടറിയേണ്ടത്. കാരണം ചിലപ്പോൾ ഈ രമേശ് ചെന്നിത്തലയും സതീശനും തമ്മിൽ സതീശൻ പറഞ്ഞത് ഞാൻ കേണലായി അങ്ങ് ക്യാപ്റ്റനായിക്കോ, അല്ല ഞാൻ ക്യാപ്റ്റനാവും അങ്ങ് കേണലായിക്കോ അല്ലെ മേജർ ആയിക്കോ എന്ന് പറയുമ്പോൾ ഈ ക്യാപ്റ്റനാണല്ലോ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ടും. ഇപ്പം CPMനെ സംബന്ധിച്ച് ക്യാപ്റ്റൻ എന്ന് പറയുന്നത് പിണറായി വിജയൻ. അപ്പോൾ ഈ ക്യാപ്റ്റൻ സ്ഥാനം തന്നെയാണ് സതീശൻ അത് പിടിച്ചിരിക്കുന്നത്. അപ്പം സതീശൻ പറയുന്നത് ഞാൻ തന്നെയാണ് മുഖ്യമന്ത്രി. ഇപ്പോൾ ഇങ്ങനൊരു സംഭവം വരുമ്പോൾ സ്വാഭാവികമായിട്ടും സതീശൻ വിചാരിക്കുന്നത് അയ്യോ പാവം രമേശ് ചെന്നിത്തല എത്ര വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെട്ട് പ്രതിപക്ഷ നേതാവായിട്ട് വിയർപ്പൊഴുക്കിയ ആളാണ്. അപ്പോൾ കേണൽ എന്ന് പറയുന്ന ക്യാപ്റ്റൻ എന്ന പദവിക്ക് അർഹൻ ഞാനല്ല, അത് രമേശ് ജിയാണെന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞെന്ന് പറയുക ഞാൻ ക്യാപ്റ്റൻ തന്നെ, അദ്ദേഹം മേജറാണെന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം മുഖ്യമന്ത്രി സ്ഥാനം എന്തായാലും സതീശൻ വിട്ടുകൊടുക്കത്തില്ല എന്നുള്ളതാണ്. പിന്നെ ഈ ബാക്കി മുകളിലോട്ട് വരുന്ന പോസ്റ്റുകളൊന്നും ഒരു കാര്യമില്ല. കാരണം ഈ പറഞ്ഞതുപോലെ ഗവർണറോ രാഷ്ട്രപതിയോ ഉപരാഷ്ട്രപതിയോ എന്ന രീതിയിൽ ഇവർക്കെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ മുഖ്യമന്ത്രി സ്ഥാനമാണ് ഇവർക്ക് വേണ്ടത്. അതിനിപ്പോൾ ജവാനാണെങ്കിൽ പോലും അവർ സ്വീകരിക്കും. ഇപ്പം ജവാനെയാണ് മുഖ്യമന്ത്രി ആക്കുന്നതെന്ന് പറയുന്നത് സുധാകരനെ എക്സ് മിലിറ്ററി ആക്കി. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കുറേയേറെ പേരെ ഒഴിവാക്കി വിട്ടിട്ടുണ്ട്.
അപ്പോൾ ഇതെല്ലാം ഇപ്പോൾ സതീശനാണ് ഏറ്റവും കൂടുതൽ ക്രെഡിറ്റ് അടിച്ചെടുത്തിരിക്കുന്നത്. കാരണം ഈ അൻവറിൻ്റെ കേസിൽ. പക്ഷേ സതീശൻ അന്ന് ഈ രാത്രി രാഹുൽ മാങ്കൂട്ടം തലമുണ്ടിട്ട് വിട്ടത് എന്തായാലും ഗുണം ചെയ്തു. അതുകൊണ്ട് അൻവർ നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് അൻവർ ഇത്ര വോട്ട് പിടിച്ചപ്പോഴത്തേക്ക് സ്വരാജ് പോവുകയും ചെയ്തല്ലോ. കെ മുരളീധരൻ യുദ്ധത്തിൽ തോറ്റപ്പെട്ട കെ മുരളീധരൻ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ. അദ്ദേഹത്തിന് ഒരു എന്തെങ്കിലും ലെഫ്റ്റനന്റ് കേണൽ പദവിയോ വല്ലതും കൊടുക്കുമായിരിക്കും. അപ്പോൾ അങ്ങനെ കൊടുത്ത് മോഹൻലാലിനൊക്കെ കൊടുത്ത പോലെ അങ്ങനെ എന്തെങ്കിലും. അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഈ സ്വരാജിന് ഇപ്പോൾ കൊടുത്ത പദവി കേരള സാഹിത്യ അക്കാദമിയുടെ സാഹിത്യ അക്കാദമി അവാർഡ് കൊടുത്തു. അപ്പോൾ സ്വരാജ് പറഞ്ഞു എനിക്ക് ഈ അവാർഡൊന്നും വേണ്ട, നിങ്ങൾ ആർക്കെങ്കിലും കൊണ്ട് കൊടുക്കുക എന്ന രീതിയിൽ പറഞ്ഞു. പക്ഷേ ഇത് അന്വേഷിച്ചപ്പം ഇതിന് എൻട്രി കൊടുത്തിരിക്കുന്ന സ്വരാജ് തന്നെയാണ്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പം പിന്നെ ഇത് എന്ത് വൈരുദ്ധ്യമാണെന്ന് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം അങ്ങനെ ആണെങ്കിൽ അവാർഡിന് അയക്കരുത്. ഇത് അവാർഡിന് അയച്ചിട്ട് കിട്ടിയപ്പോൾ പറയാം എനിക്ക് അവാർഡ് വേണ്ടെന്ന്. അപ്പോൾ ഇത് ആൾക്കാരുടെ കണ്ണിൽ പൊടിയിടുന്ന സംഭവമാണ്. എന്തായാലും നിലമ്പൂർ ഇലക്ഷൻ വന്നതോടുകൂടി ഒരുപാട് പേർക്ക് ഒരുപാട് പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പോൾ സ്വരാജ് 2 തെരഞ്ഞെടുപ്പുകളിൽ അടുപ്പിച്ച് തോറ്റു. അപ്പോൾ പിണറായിയുടെ സ്വപ്നങ്ങൾക്ക് കൂടുതൽ ചിറക് മുളച്ചിരിക്കുകയാണ്. കാരണം മരുമകനെ ഭാവി മുഖ്യമന്ത്രിയാക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിൽ ഓരോരുത്തരെയും ഓരോ ചിറകുകൾ വെട്ടി വീഴ്ത്തി വിജയിച്ച് അദ്ദേഹം പോവുകയാണ്. അതിനുശേഷം കോൺഗ്രസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോൺഗ്രസ് ആകെ മറിഞ്ഞു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ ആകെ പെട്ടു. കാരണം സതീശൻ ഇങ്ങനൊരു കട്ടിക്കൊരു തീരുമാനം എടുത്തപ്പം ചെന്നിത്തലയും വിചാരിച്ചു ചിലപ്പം ആര്യാടൻ ചിലപ്പോൾ തോക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ ഭയങ്കര ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അപ്പം ക്യാപ്റ്റൻ എന്നുള്ള പദവിക്ക് സതീശൻ അർഹനായി. അപ്പോൾ രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ചിടത്തോളം വളരെ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ലീഗാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇവന്മാരെല്ലാം കൂടെ തമ്മിൽ തല്ലി തീർന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ആവാന്ന് പറഞ്ഞ് കുഞ്ഞാലി സാഹിബ് ഉടുപ്പൊക്കെ തയ്പ്പിക്കാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം പണ്ട് CH തീർന്നു. അപ്പോൾ CH മുഹമ്മദ് കോയൊക്കെ ഇരുന്നത് പോലെ അതിനുള്ള സാധ്യതയുണ്ട്. അൻവറിനെ എടുക്കാൻ കുഞ്ഞാലി സാഹിബിനും താല്പര്യമുണ്ട്. കാരണം അൻവർ വിളിച്ച് പറയും ഞങ്ങളെ കുഞ്ഞാലി സാഹിബിനെ മുഖ്യമന്ത്രി ആക്കണമെന്ന് പറയാനും ആളായി. അപ്പോൾ അൻവർ കണ്ണും ഈ കൊടുത്തൊക്കെ വിട്ടാൽ മതി. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സംഭവത്തിലേക്ക് എത്തി നിൽക്കുന്നു. പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ കോൺഗ്രസിനും CPM-നും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ജോസ് കെ മാണി ഇപ്പോൾ UDF-ലേക്ക് വരും. അപ്പോൾ അതിനുശേഷം ലീഗും എല്ലാം കൂടി വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും UDF ഒന്ന് മെച്ചപ്പെടും. അപ്പോൾ അതുകൊണ്ട് തന്നെ പല നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയും. ലീഗൊക്കെ ഈ ജനതാദൾ അതുപോലുള്ള പാർട്ടികളും അസ്വസ്ഥരാണ്. അവരും അസ്വസ്ഥരാണ്. അവർക്കൊന്നും ഒരു സ്ഥാനവും കൊടുത്തിട്ടില്ല. ഈ LDF-ൽ വന്നിട്ട് എന്ത് നേട്ടമാണ് അവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത്? ഒരു സ്ഥാനവും കൊടുക്കാതെ ഒന്നും അല്ലാതാക്കിയിട്ടേക്കല്ലേ. പാർട്ടിയുടെ പ്രസക്തി തന്നെ ഇല്ലാതാക്കി. അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരുപാട് ചേഞ്ചസ്, അതായത് ഈ പറഞ്ഞതുപോലെ സതീശൻ പറഞ്ഞത് ഒരു പോകാൻ സാധ്യതയുള്ള 2 കൂട്ടരും ഉണ്ട്. അതായത് ഒന്ന് KB ഗണേഷ് കുമാറിന്റെ കേരള കോൺഗ്രസ് ബിയും അതുപോലെ തന്നെ ജനാധിപത്യ കേരള കോൺഗ്രസ് ആന്റണി രാജു ഇവരൊന്നും അത്ര സന്തുഷ്ടരൊന്നുമല്ല. കാരണം ഒന്ന് മന്ത്രിസ്ഥാനം വീതിച്ചെടുത്തു, കുഴപ്പമില്ല എങ്കിലും 2 തവണയായിട്ടുണ്ടായിരുന്നു. എങ്കിലും അവർക്കൊന്നും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നുണ്ടോ എന്നുള്ള ഗണേഷ് കുമാറിന് വലിയ അതൃപ്തി ഉണ്ടാവാൻ സാധ്യതയില്ല. എങ്കിലും UDF-ലേക്ക് മടങ്ങിയാൽ വീണ്ടും ഒരു 5 വർഷവും കൂടി അധികാരത്തിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഇത്തരം ചെറിയ ഘടകകക്ഷികളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അവർക്കങ്ങനെ കടിച്ചു തൂങ്ങി നിൽക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്ന് അവർ തന്നെ വിചാരിക്കും. അപ്പോൾ UDF വൻ സാധ്യതയാണ് ഇനി അങ്ങോട്ട് തുറക്കുന്നത്. പിണറായിക്ക് ശേഷം CPM-ൻ്റെ കാര്യം എന്താവും എന്നുള്ളത്. കാരണം ഇത്രയും അനിശ്ചിതത്വം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. ഒരാൾ കഴിഞ്ഞാൽ അടുത്തൊരു നേതാവുണ്ടാകും, നയിക്കാൻ ശക്തനായ ഒരാളുണ്ടാകും എന്നുള്ളൊരു പ്രതീതി എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു പ്രതീതിയില്ല. തനിക്ക് ശേഷം പ്രളയം വന്നോട്ടെ എന്നുള്ള ഒരു ഭാവത്തിൽ പിണറായി വിജയൻ ഇറങ്ങിപ്പോയാൽ CPM-ൻ്റെ കാര്യം പരിതാപകരമാകും എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എങ്കിലും കോൺഗ്രസിനെ ആശ്വസിക്കാൻ വകയുണ്ട്. ഈ ക്യാപ്റ്റൻ മേജറൊക്കെ കളിച്ചായാലും അടുത്ത അധികാരത്തിലെത്താനുള്ള വകുപ്പുകളെല്ലാം ഉണ്ട്. ഇതിലാര് മുഖ്യമന്ത്രിയാകുമെന്നുള്ളതിൻ്റെ തർക്കമൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ കോൺഗ്രസ് UDF വീണ്ടും അധികാരത്തിലെത്തുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.